ഇൻഫോടെയിൻമെന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോഹിനൂർ വജ്രത്തിന്റെ അവ്യക്തമായ രഹസ്യം അനാവരണം ചെയ്യുന്നു. കോഹിനൂർ വജ്രം അസാധാരണമായ സൗന്ദര്യവും തിളക്കവും മൂല്യവും ഉള്ള ഒരു രത്നം. എന്നാൽ അതിന്റെ ആകർഷകമായ തിളക്കത്തിന് പിന്നിൽ ചോരയിൽ മുങ്ങിയ ചരിത്രവും വിശ്വാസവഞ്ചനയും ശാപവും അതിന്റെ ഉടമകൾക്ക് ദൗർഭാഗ്യകരമാണെന്ന് പറയപ്പെടുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഗോൽക്കൊണ്ട മേഖലയിലെ കൊല്ലൂർ ഖനിയിൽ നിന്നാണ് കോഹിനൂർ ഖനനം ചെയ്തെന്നാണ് ഐതിഹ്യം. പേർഷ്യൻ ഭാഷയിൽ വെളിച്ചത്തിന്റെ പർവ്വതം എന്നർത്ഥമുള്ള അതിന്റെ പേര് അതിന്റെ ചരിത്രപരമായ ഭൂതകാലത്തിലുടനീളം അത് പ്രചോദിപ്പിച്ച വിസ്മയത്തെ സൂചിപ്പിക്കുന്നു. വജ്രത്തിന്റെ ആദ്യകാല ചരിത്രം നിഗൂഢതയിൽ മറഞ്ഞിരിക്കുന്നു. എന്നാൽ 13ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശത്തിന്റെ ഉടമസ്ഥതയിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഇത് ആദ്യമായി ഉയർന്നുവന്നു. അവിടെ നിന്ന് അത് വിവിധ ഭരണാധികാരികളുടെ കൈകളിലൂടെ കടന്നുപോയി. ഓരോരുത്തരും അവരുടേതായ ശാപം അനുഭവിച്ചു. 1306-ൽ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി കാകതീയ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിനിടെ വജ്രം പിടിച്ചെടുത്തു. രാജവംശം നശിപ്പിക്കപ്പെട്ടു, അവരുടെ സാമ്രാജ്യം തകർന്നു. അങ്ങനെ നിർഭാഗ്യത്തിന്റെ പാരമ്പര്യം ആരംഭിച്ചു. താജ്മഹൽ കമ്മീഷൻ ചെയ്യുന്നതിൽ പ്രശസ്തനായ മുഗൾ ചക്രവർത്തി ഷാജഹാൻ കോഹിനൂർ സ്വന്തമാക്കിയ നിരവധി ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. സമാനതകളില്ലാത്ത സമ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായ അദ്ദേഹത്തിന്റെ മയിൽ സിംഹാസനത്തെ അത് അലങ്കരിച്ചു. എന്നിരുന്നാലും ഷാജഹാന്റെ അവസാന വർഷങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ ഔറംഗസേബ് അനുഭവിച്ച ജയിൽവാസവും യാതനകളുമാണ്. 1739-ൽ പേർഷ്യൻ ഭരണാധികാരി നാദിർ ഷാ ഇന്ത്യ ആക്രമിച്ചു. കോഹിനൂർ തന്റെ കൊള്ളയുടെ ഭാഗമായി. ഈ സമയത്താണ് വജ്രത്തിന് പ്രസിദ്ധമായ പേര് ലഭിച്ചത്. എന്നിട്ടും രത്നം നേടിയതിനു തൊട്ടുപിന്നാലെ നാദിർ ഷാ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പിരിച്ചുവിടപ്പെട്ടു. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പഞ്ചാബിലെ സിഖ് മഹാരാജ രഞ്ജിത്ത് സിംഗിലേക്ക് വജ്രം എത്തി. അദ്ദേഹത്തിന്റെ മരണശേഷം പഞ്ചാബ് അരാജകത്വത്തിലായി. അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് ദാരുണമായ വിധികൾ നേരിടേണ്ടി വന്നു. 1849-ൽ പഞ്ചാബ് പിടിച്ചടക്കിയതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വജ്രം പിടിച്ചെടുത്തു. ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കോഹിനൂർ വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിക്കുകയും ബ്രിട്ടീഷ് കിരീടാഭരണങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു. പുതുതായി കണ്ടെത്തിയ വീട് ഉണ്ടായിരുന്നിട്ടും ശാപം നിലനിൽക്കുന്നതായി കാണപ്പെട്ടു. ഒരു ബ്രിട്ടീഷ് രാജാവിനും അതിന്റെ മുൻ ഉടമകൾ പോലെ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും വജ്രം ധരിക്കുന്ന ഏതൊരു മനുഷ്യനും ദൗർഭാഗ്യം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു. ഇന്നുവരെ രാജകുടുംബത്തിലെ സ്ത്രീ അംഗങ്ങൾ മാത്രമാണ് ഇത് ധരിക്കുന്നത്. ഹിംസയും ദുരന്തവും അടയാളപ്പെടുത്തിയ ചരിത്രത്തിന്റെ വാർഷികങ്ങളിലൂടെയുള്ള കൗതുകകരമായ യാത്രയാണ് കോഹിനൂർ കഥ. ആരെങ്കിലും അതിന്റെ ശാപത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വജ്രത്തിന്റെ ഉടമകളുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം നിഷേധിക്കാനാവാത്തതാണ്. ചരിത്രത്തിലുടനീളം നീണ്ട നിഴലുകൾ പരത്തുന്ന പ്രകാശരത്നം. കോഹിനൂർ വജ്രം ശക്തിയുടെയും ആപത്തിന്റെയും പ്രതീകമായ വശീകരണവും നിഗൂഢതയും തുടരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ നിഗൂഢതകളിലേക്കുള്ള ഈ യാത്രയിൽ ഇൻഫോടെയിൻമെന്റിൽ ചേർന്നതിന് നന്ദി. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ ആകർഷകമായ കഥകൾക്കും ചരിത്രപരമായ പ്രഹേളികകൾക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത തവണ വരെ അജ്ഞാതമായത് പര്യവേക്ഷണം ചെയ്യുക.